നമുക്ക് നേരെ കോട്ടയത്തേക്ക് പോകാം. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ 41ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചിപ്പോൾ ABVPയുടെ ശക്തി പ്രകടനം നടക്കുകയാണ്. തത്സമയം
കോട്ടയത്ത് ABVP സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധികൾ പങ്കെടുക്കുന്ന ശക്തി പ്രകടനമാണ് കോട്ടയം നഗരത്തിലൂടെ നടക്കുന്നത്. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നിന്നും ആരംഭിച്ച പ്രകടനം തിരുനക്കര മൈതാനിയിലേക്കാണ് നീങ്ങുന്നത്. ABVPയുടെ 41ാം സംസ്ഥാന സമ്മേളനമാണ് കോട്ടയത്ത് ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രകടനം. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, വേറിട്ട കാഴ്ചപ്പാടോടുകൂടി ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ചും ദേശീയ കാഴ്ചപ്പാടോടുകൂടി ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന ഏക വിദ്യാർത്ഥി സംഘടനയാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത്. അതിൻ്റെ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് പുരോഗമിക്കുന്നു. സമ്മേളന ഭാഗമായി കോട്ടയം നഗരത്തിൽ വമ്പൻ പ്രകടനമാണ് ABVP പ്രവർത്തകർ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ മിഥുൻ മുരളി. വിനോദ്, രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയുടെ ശക്തി പ്രകടനമാണ് കോട്ടയത്ത് നടക്കുന്നത്. 41ാം സംസ്ഥാന സമ്മേളനത്തോട് അനുബന്ധിച്ചുള്ള ശക്തി പ്രകടനം നഗരം ചുറ്റി മാമൻ മാപ്പിള ഹാളിൽ നിന്നും പ്രധാന വേദിയിൽ നിന്നും ആരംഭിച്ച് തിരുനക്കര മൈതാനിയിലേക്ക് എത്തുകയാണ്. ഇനി ഇവിടെ പൊതുസമ്മേളനമുണ്ട്. പൊതുസമ്മേളനത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് ABVP കാര്യകർത്താക്കൾ സംസാരിക്കും. വലിയ പ്രകടനമാണ്. നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള ABVPയുടെ രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയുടെ ശക്തി വിളിച്ചോതിക്കൊണ്ടുള്ള, സംഘബലം വിളിച്ചോതിക്കൊണ്ടുള്ള പ്രകടനമാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. തിരുനക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് ഈ പ്രകടനം എത്തിച്ചേർന്നത്. ഇനി കാര്യകർത്താക്കൾ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തോട് കേരള വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വെല്ലുവിളികൾ, ഒപ്പം ദേശീയ വിദ്യാഭ്യാസ മുന്നേറ്റം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ വലിയ ചർച്ചകൾക്കൊക്കെ സജീവ വേദിയായി മാറിയ ABVPയുടെ സംസ്ഥാന സമ്മേളനമാണ് കോട്ടയത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പൊതുസമ്മേളനമാണ് ഇനി ആരംഭിക്കാൻ പോകുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കോട്ടയം തിരുനക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ വേദിയിൽ പൊതുസമ്മേളനം ആരംഭിക്കും. കഴിഞ്ഞ 3 ദിവസമായി ഇന്നലെ മുതൽ ആരംഭിച്ച പൊതുസമ്മേളനത്തിൽ പുതിയ അധ്യക്ഷനെയും സെക്രട്ടറിയെയും തെരഞ്ഞെടുത്തു. ഡോക്ടർ വൈശാഖ് സദാശിവനാണ് ABVPയുടെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ സെക്രട്ടറിയായി യദുകൃഷ്ണനെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി അടുത്ത ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ നടക്കാൻ പോകുന്നത് നാളെ സമാപന ദിവസത്തിലാണ്. ഈ ദേശീയ വിദ്യാഭ്യാസ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസ സമകാലിക വിഷയങ്ങൾ ഇന്നലെ ചർച്ചയായി. പൗരാവകാശങ്ങൾ, ഒപ്പം ലഹരി വിമോചന, യുവതലമുറ, ജൻസി, ദേശീയതയ്ക്കൊപ്പം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട്, ഒപ്പം ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള വിഷയങ്ങളിൽ മേജർ രവി അടക്കം സംസാരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളാണ് ഇന്നലെ നടന്നത്. ഇന്ന് വന്ദേ മാതരത്തിൻ്റെ 150ാം വാർഷികം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രജ്ഞാപ്രവാഹ് നന്ദകുമാർ അടക്കമുള്ള പ്രമുഖർ പ്രഭാഷണം നടത്തുന്ന പരിപാടികൾ ഇന്ന് വൈകിട്ട് സമ്മേളനത്തിൻ്റെ മുഖ്യ ആകർഷണമായി നടക്കുന്നു. ഇപ്പോൾ സമ്മേളന വേദിയിലേക്ക്, പൊതുസമ്മേളനം നടക്കുന്ന കോട്ടയം തിരുനക്കരയിലേക്ക് ഈ സമ്മേളനം പ്രകടനം എത്തിച്ചേർന്നിരിക്കുകയാണ്. വിദ്യാർത്ഥി സമൂഹത്തെ മൊത്തം ശക്തി തെളിയിച്ചുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയുടെ ശക്തി പ്രകടനമാണ് കോട്ടയം തിരുനക്കര മൈതാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പൊതുസമ്മേളനം ആരംഭിക്കും. വ്യക്തമാണ്. ABVP 41ാം സംസ്ഥാന സമ്മേളന ഭാഗമായാണ് കോട്ടയം നഗരത്തിൽ ABVP പ്രതിനിധികളുടെ വമ്പൻ പ്രകടനം നടക്കുന്നത്. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നിന്നും തിരുനക്കര മൈതാനിയിലേക്കാണ് ഇപ്പോൾ പ്രകടനം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി പൊതുസമ്മേളനം അവിടെ നടക്കുന്നുണ്ടാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്നും മിഥുൻ മുരളി.